എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൃഷിയെ ഇഷ്ടപ്പെടുന്ന, ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു കൊച്ചു ടിപ്പുമായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ജൈവ കീടനാശിനിയാണ്. നമ്മൾ നമ്മുടെ ചെടികൾക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള കീടനാശിനികളൊക്കെ ട്രൈ ചെയ്യാറുണ്ടാവും. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഈ ചോറ് വെച്ചിട്ടും നമുക്കൊരു കീടനാശിനി ഉണ്ടാക്കാനായിട്ട് പറ്റും. ചെറിയ രീതിയിലുള്ള കീടങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ചെടികളെ രക്ഷിക്കാനായിട്ട് നമുക്കിത് വെച്ചിട്ട് പറ്റും. നമ്മളെല്ലാവരും കഞ്ഞിവെള്ളം പല രീതിയിലും യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ചോറ് വെച്ചിട്ട് ആരും അങ്ങനെ ട്രൈ ചെയ്ത് കാണാൻ വഴിയില്ല. പക്ഷേ ഇത് നിങ്ങൾക്കൊരു പുതിയ അറിവാണെങ്കിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വിവരങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇനിയപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ ഞാൻ ഇന്നലെ ബാക്കി വന്നിട്ടുള്ള കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മുടെ കീടനാശിനി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പിടി, ഏകദേശം ഒരു പിടിയിൽ എത്ര കൊള്ളുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, ആ ഒരു അളവിന് ചോറ് ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ കുറച്ച് എളുപ്പമാണല്ലോ. നമുക്ക് എന്ന് എടുക്കുമ്പോൾ മനസ്സിലാവും ഏകദേശം ഒരു പിടി എത്രയാണ്. ഇനി എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് അത് അടച്ചു വയ്ക്കണം. ഇനി നമുക്ക് ഒരാഴ്ച വെയിറ്റ് ചെയ്യണം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് ഫെർമെൻറ്റേഷൻ നടന്നിട്ട് നല്ലൊരു കീടനാശിനിയായിട്ട് ഇത് മാറും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ഒരു തെളി അരിച്ചെടുക്കാം കേട്ടോ. ഒരാഴ്ച കഴിയുമ്പോൾ ഇതുപോലെയാണ് കിട്ടുക. നല്ലൊരു വൈറ്റ് കളറിൽ വരും. അതിൻ്റെ ഉള്ളിലത്തെ ആ ചോറൊക്കെ ഇതിനോട് ഇങ്ങനെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ടാവും. അടിയിൽ കുറച്ചിങ്ങനെ കിടക്കുന്നുണ്ടാവും, ഇങ്ങനെ പൊടിഞ്ഞ പോലെയായിട്ട്. ആ ഭാഗം നമുക്ക് വേണ്ട കേട്ടോ. നമുക്ക് ആ ഒരു മുകളിൽ നിന്നുള്ള ആ തെളി എടുക്കാം. ഒരു അരിപ്പ് വെച്ച് അരിച്ചെടുത്താൽ കൂടുതൽ നല്ലത്. ലാസ്റ്റ് ഇങ്ങനെ അടി ഇങ്ങനെ ഊറിക്കെടുക്കുന്ന ഭാഗം മാറ്റി വയ്ക്കാം കേട്ടോ, അത് വേണ്ട. ഇനി ബാക്കിയുള്ളതിനെ നമുക്ക് കുറച്ച് വെള്ളം കൂടി മിക്സ് ആക്കിയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. നമ്മുടെ സിമ്പിളായിട്ടുള്ള ഓർഗാനിക് പെസ്റ്റിസൈഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചെറിയ ചെടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇരട്ടി വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു മിക്സ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അഥവാ വലിയ ചെടികൾക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു ഡയല്യൂഷൻ്റെ ആവശ്യം തന്നെ ഇല്ല. വെള്ളമൊന്നും മിക്സ് ചെയ്യേണ്ട, നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. മണ്ണിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം, അതുപോലെ ഇലകളിലും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളല്ലേ, ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഏത് ചെടികൾക്കും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഫെർട്ടിലൈസറാണിത്. അതുപോലെ തന്നെ നല്ലൊരു പെസ്റ്റിസൈഡുമാണ്. ചെറിയ രീതിയിലുള്ള പ്രാണികളൊക്കെ നമ്മുടെ ചെടികളെ ആക്രമിക്കാതിരിക്കാനായിട്ട് നമുക്കിത് പ്രയോഗിക്കാം. ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ചെടികളുടെ ഇലയുടെ അടിയിലും മുകൾ ഭാഗത്തൊക്കെ പിടിച്ചിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചോറൊക്കെ കുറച്ച് ബാക്കി വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് റിസൾട്ടൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എന്തായാലും ഈ വീഡിയോന് ഒരു ലൈക്ക് തരിക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ വരുന്ന ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. എന്നാലേ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഇന്നലത്തെ വീഡിയോ, അതായത് നമ്മുടെ ഒഴിഞ്ഞ തീപ്പെട്ടികൾ വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് ഐഡിയ കാണാത്തവർ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടാവുന്നതാണത്. എന്നിട്ട് അഭിപ്രായം പറയണേ. ഇനിയപ്പോൾ നമ്മുടെ പുതിയ ചാനലിൻ്റെ കാര്യം ആരും മറക്കരുത്. പ്രാർത്ഥനാസ് വേൾഡും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനിയപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട്, നല്ല ഐഡിയ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്